പയ്യെ കുടുങ്ങി എത്തുന്നുണ്ടോ ഒരാള്? എപ്പോ ഇങ്ങ എത്താനാ? എന്റെ കൂടെ വെച്ച് പിടിക്കാനാണ്. പിന്നെ ഇങ്ങനെ ഒരു ഓട്ടം ഉണ്ടാ റോഡിൽ ഇറങ്ങിയ ഈ പൊക്കം വെച്ചിട്ട് തോട്ട കാല് വെച്ച് ഞാൻ അങ്ങ് പെട്ടെന്ന് എത്തും. അമ്മ ഇങ്ങ് കുടുങ്ങി എപ്പോ എത്താനാ? ട്രെയിനുണ്ട് ഇത്രയും സ്പീഡ് കേട്ടോ. നമ്മൾ എവിടെയാണ് പോണ? പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് തിരുവനന്തപുരത്ത്. അതെ തിരുവനന്തപുരത്ത് സിനിമയുടെ പ്രൊമോഷൻ. നമ്മള് കൊല്ലം പരവൂരിന്ന് നേരെ ട്രിവാൻഡ്രത്തോട്ട് പോവാണ്. അമ്മ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയുടെ പ്രൊമോഷൻ വർക്കിന്. ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കുണുങ്ങി തിളങ്ങി വന്നത്. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളും കൂടെ തിളങ്ങി വന്നത്. എന്റെ പേരും പറഞ്ഞ അവരാണ് തോനെ മേക്കപ്പ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളല്ലേ തിളങ്ങേണ്ട? ഞങ്ങൾ മക്കളല്ലേ തിളങ്ങേണ്ട? അല്ല പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പം അമ്മ, എന്റെ മിനിയമ്മ, പെറ്റ അമ്മ, അപ്പൊ പ്രസവിച്ചിട്ട് ആരും പ്രസവിച്ച് എന്നെ പ്രസവിച്ചു, എന്റെ അനിയനെ പ്രസവിച്ചു. അപ്പൊ അമ്മ സാരിയൊക്കെ ഉടുത്ത് വെച്ചിരിക്കായിരുന്നു. നല്ല സുന്ദരി കുട്ടിയൊക്കെ ആക്കി വെച്ചിരിക്കുന്നേ. പിന്നെ നോക്കിയപ്പോ അതാ ഇവിടുന്ന് ഇളക്കി ഇട്ടേക്കുന്നു. അങ്ങനെ വീണ്ടും അമ്മ ഒന്ന് ഉടുപ്പിച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അമ്മയെ ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിപ്പിക്കാൻ ആക്കാൻ പോകും. എന്നെ ഒരുക്കാൻ എവിടെ പോയാലും അമ്മയാണ് കേട്ടോ സാരിയൊക്കെ ഉടുപ്പിച്ച് സെറ്റാക്കി കൊടുക്കുന്നത്. അമ്മയ്ക്ക് ഇങ്ങനെ ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് നടക്കുന്നതിന് ഇഷ്ടം അല്ലേ? പക്ഷേ അമ്മയ്ക്ക് ഏതാ വിഷയം ഇഷ്ടം? നൈറ്റി ഇട്ടുണ്ട് നടക്കുന്നത്. നിങ്ങളെ പോലെ തന്നെ നൈറ്റി ഒക്കെ ഇട്ട്. പക്ഷെ നൈറ്റി ഇട്ട് പുറത്തിറങ്ങാൻ പറ്റൂലല്ലോ. തിരുവനന്തപുരത്തെ സംഭവം നമുക്ക് അവിടെ ചെല്ലുമ്പോഴേ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ പറ്റൂ. ഞാൻ അതൊക്കെ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം. മാൾ ഓഫ് ട്രാവൻകൂർ പേട്ടയിലാണ്. ഞങ്ങളങ്ങനെ ട്രെയിനിലോട്ട് ഇങ്ങനെ പോവാണ്. നല്ല രസമല്ലേ ട്രെയിൻ യാത്രയൊക്കെ ചെയ്ത് പോവാൻ? എല്ലാരും വരണേ. എവിടാ അവരിനി എങ്ങനെ വരും? ഞാനും എന്റെ മോനും നിന്നാലേ ചേരൂ. അവർക്ക് വെളുപ്പ് കൂടുതലുള്ളതുകൊണ്ട് ഭയങ്കര ഗമയാണ്. അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞൂടാ. വെളുപ്പിലൊന്നും ഒരു കഥയും ഇല്ല. എന്നാലും ഞാനും എന്റെ മോനും അല്ലേ ചേരുന്ന. ആ ചിന്ത പണ്ടമ്മ അങ്ങനെയൊന്നും ചിന്തിക്കുകയേ ചെയ്യരുത്. ഞാനും കഴിവിനാണ് പ്രാധാന്യം. കഴിവിനാണോ? അവിടെയാണ് കോൺഫിഡൻസ്. എന്തൊരു കുഴപ്പമോടി എനിക്കും എന്റെ മോനും. അങ്ങനെ അങ്ങോട്ട് പറ. അപ്പൊ അതാ നമ്മൾ എവിടെയാണ് വന്നേക്കുന്നത് അറിയാമോ? ട്രിവാൻഡ്രത്ത് ഇപ്പൊ നിക്കുന്നത് ഇതാ നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂർ. ഇവിടെയാണ് നമ്മുടെ പ്രൊമോഷൻ വർക്ക് അമ്മയുടെ ഞങ്ങളെ വിളിച്ചേക്കുന്നത്. അപ്പൊ ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നത്. എന്തൊക്കെ വിശേഷങ്ങൾ പറ. സിനിമയുടെ പ്രൊമോഷൻ. അമ്മ അമ്മച്ചി കൊറേ ചെടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ആരും അറിയണ്ടെന്ന്. പക്ഷെ ഇവിടെ ക്യാമറ ഉണ്ട്. ക്യാമറ ഉണ്ടാ? ഉണ്ട്. സ്വഭാവം കളയത്തില്ല. മോളെ അതാണ് വിഷമം. നോക്കിയാണ് എന്റെ എല്ലാടെ ഇന്റർലോക്ക് ഇട്ടങ്ങ് ഇതാക്കി കളഞ്ഞു. കല്ലില്ലല്ലേ? ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടിട്ടുണ്ട്. കൊണ്ട് നമുക്ക് ചോദിക്കാം. ചോദിച്ചു പോവാം. അതെ ചോദിച്ചു പോവാം. ചീരയല്ലേ? ചീരന്ന് ഇത്രയും നല്ല ചെടിയൊക്കെ നട്ട് വളർത്തിട്ട് പറഞ്ഞ ചീര ഉണ്ടാവും. നമ്മുടെ അമ്മയുടെ മൂവില് ഡയറക്ട് ആര്യ ചേച്ചി, ആര്യ ഭുവനേന്ദ്രൻ. അതാണ് നമ്മുടെ ഡയറക്ടർ. ആദ്യത്തെ പടമാണ്. എല്ലാരും കണ്ട് വിജയിപ്പിക്കണം. 13-നാണ് റിലീസ്. ഡിസംബർ 13-ന്. കള്ളമാണ് സത്യം. ഞങ്ങളുടെ മുത്താണ്, ഞങ്ങളുടെ എല്ലാമാണ്. ഞങ്ങളുടെ സിനിമ 13-ാം തീയതി റിലീസാണ്. നമ്മളുടെ തിരക്കഥാകൃത്ത്, സംഭാഷണം എല്ലാം പറഞ്ഞു. ഞാനൊരു ചെറിയൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. ചേച്ചി സിനിമയിൽ തകർത്തിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കാണണം. നമ്മുടെ വിളിക്കുന്നുണ്ടോ? അകത്തുണ്ട് ചായ. അമ്മയ്ക്ക് ചായ കുടിക്കണം. നമുക്ക് ചായ കുടിക്കാം. മോളിൽ പോയി കുടിച്ചാൽ പോരെ? മോളിലുണ്ട്. അവിടെ തന്നെ പോവാം. മോളിൽ ചായ ഉണ്ട്, അവിടെ പോയി കുടിക്കാം. നമുക്ക് എവിടെ പോയാലും ഒരു ചായ മസ്റ്റാണ്. അതാണ് വായി നോക്കുന്നു. ശോഭനയ്ക്ക് മയക്കുണ്ട്. നോക്കൂ. ഇനി അമ്മ എസ്കലേറ്റർ കയറുന്ന കാഴ്ച നിങ്ങൾ കാണണ്ടേ? ഇത് മിസ്സാക്കി. കാണിച്ചു തരാം. കേൾക്കോ? കേട്ടിക്കോ.
മഞ്ഞ കഴിയുമ്പോ ചോടണം. ഞാനെങ്ങനെ ഞാൻ കേറിയിരിക്കാറ്. അവര് മുമ്പേ എത്തി. സാരിയൊക്കെ പൊക്കി പിടിച്ചു കേട്ടോ. എനിക്കും പേടിയുണ്ടായിരുന്നു. ഞാൻ അപ്പൊ നമ്മളിതാ വീണ്ടും അടുത്ത എസ്കലേറ്റർ കേറാൻ വേണ്ടി പോവുകയാണ്. അമ്മച്ചി ഒരിടത്ത് കയറിയ പാടത്തുണ്ട്. ഞാൻ നല്ലോലെ കയറി. ഇവളാണ് അറപ്പിച്ചത് പിറക്കുന്നത്. നല്ലോലെ കയറി. എല്ലാരും കണ്ട് നമുക്ക് അടുത്തത് കാണാം. പേടിയുണ്ട്. ഞാൻ ചവിട്ടപ്പോ നീ ചവിട്ടണേ. അടുത്തത് ക്ലാസ് ഉണ്ട്. ശരി ഇറങ്ങണ കേൾക്കുന്നില്ലേ? നമ്മളിവിടെ ഒരു മൂവിന്റെ ട്രെയിലർ ലോഞ്ചിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. സോ ഇന്നിവിടെ കുറെ അധികം സിനിമ പ്രവർത്തകരുണ്ട്. കാമിയോ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ശ്രീ അനുരാം സംവിധാനം ചെയ്ത് കഥ തിരക്കഥ സംഭാഷണമാണ് പ്രിയപ്പെട്ട ആര്യ ഭുവനേന്ദ്രൻ ചെയ്ത് ഈ വരുന്ന ഡിസംബർ 13 റിലീസാകാൻ വേണ്ടി പോകുന്ന കള്ളം എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചാണ് ഇന്നിവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. ഇതൊരു കുഞ്ഞു സിനിമയാണ്. പക്ഷെ എനിക്കറിയാം നമ്മളിപ്പോ മലയാളി പ്രേക്ഷകര് ഇപ്പൊ ചെറിയ സിനിമ വലിയ സിനിമ എന്നൊന്നും ഇല്ല അല്ലെ. ബഡ്ജറ്റ് ഒന്നും നോക്കാതെ തന്നെ നല്ലൊരു സിനിമയാണെങ്കിൽ നമ്മളെല്ലാവരും അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ആൾക്കാരാണ്. സോ ഞങ്ങളുടെ വിശ്വാസം അത് തന്നെയാണ്. നിങ്ങൾ ഈ ഒരു കുഞ്ഞു സിനിമ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ സൈഡിൽ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഞങ്ങളുടെ ടീമിനുള്ളത്. ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി കള്ളം സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ കൂടെ തന്നെ സിനിമാ മേഖലയിലെ ഒരു പിടി പ്രമുഖരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സോ ഞാൻ ഓരോരുത്തരെ ആദ്യം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ നിങ്ങളുടെ കയ്യടി എല്ലാം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വരുന്ന 13-ാം തീയതി തിയേറ്ററിൽ ഈ സിനിമ എത്തുകയാണ്. ഇപ്പം എല്ലാവരും കുടുംബസമേതം ഈ സിനിമ കണ്ട് ആസ്വദിച്ചാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സിനിമകൾ ഇവിടെ വിജയിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ നല്ല നല്ല സിനിമകൾ ഉണ്ടാവണമെങ്കിൽ വിജയിക്കണം. അപ്പോൾ എല്ലാവരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ സിനിമയ്ക്ക് വിജയിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കുക, വിജയിപ്പിക്കുക. അതുപോലെ ഞാൻ സസ്പെൻസ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രമുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ്. നമുക്കറിയാം യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നമുക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശോഭ ചേച്ചി ഇവിടെയുണ്ട്. ശോഭ ചേച്ചിനെ വേറെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുകയാണ്. വിഷ്ണു സിനി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നിങ്ങൾക്കറിയാം കുറേയധികം നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ്. വളരെയധികം നാണക്കാരിയാണ്. നിങ്ങളുടെ നല്ലൊരു കൈയടി ഉണ്ടെങ്കിൽ അമ്മ ഇതിലേക്ക് കടന്നു വരും. നമ്മുടെ പ്രിയപ്പെട്ട ശോഭ ചേച്ചി ഈ സിനിമയിൽ തങ്കമണി എന്ന കഥാപാത്രം വളരെ ശക്തമായിട്ടൊരു കഥാപാത്രമാണ് ശോഭ ചേച്ചി ചെയ്തിരിക്കുന്നത്. വളരെ നല്ല അഭിപ്രായമാണ് കിട്ടിയിരിക്കുന്നത്. എന്നെ സിനിമയ്ക്ക് ആളെ കയറ്റാൻ വേണ്ടി ഞാൻ പലതും പറയും. നിങ്ങൾ എന്നെ വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾ നോക്കൂ, ഉണ്ണി വ്ളോഗ്സിനെ നോക്കൂ, ഭരദ്വാജലിങ്ങനെ നോക്കൂ. ഓഡിയൻസ് ഇത് ചെറിയ സിനിമയാണ് എന്ന് കരുതി OTT-യിലേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന കാര്യം ഒരുപാട് സിനിമാറ്റിക് മൊമെന്റ്സ്. ശോഭ കരഞ്ഞില്ലേ? സങ്കടം വന്നല്ലേ? എനിക്ക് സന്തോഷം കൊണ്ട് കരച്ചിൽ വന്നു. സന്തോഷം കണ്ണീര്. ഞാൻ വിചാരിച്ചു സോമ ഇങ്ങനെ ഇതിന്റെ പുറത്ത് മാറി നിന്നപ്പോ ഞാൻ വിചാരിച്ചേ വിളിക്കത്തില്ലായിരിക്കും ഒന്ന്. പെട്ടെന്ന് വിളിച്ചപ്പോ എനിക്ക് വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്ര ആളെ വിളിച്ചില്ലല്ലോ. എന്തൊക്കെയോ എവിടെയൊക്കെയോ ചെയ്തു. പണ്ടെന്റെ കുഞ്ഞുമോനെ ഹിന്ദുവിനെ പ്രേമിച്ചാൽ നിങ്ങൾ പള്ളിക്കാരൻ എന്താ ചെയ്തത്? ഇവിടെ ഇപ്പൊ എന്തിന്റെ കുറവുണ്ടെന്നോ നിങ്ങളൊക്കെ പറയാറ്? ഇതുവരെ ഇല്ല. അത് കണ്ടെത്താനാണല്ലോ ഞങ്ങളിങ്ങനെ ഓരോരുത്തരെയും കണ്ട് സംസാരിക്കുന്നത്. ചേച്ചിക്ക് എന്തോ അറിയാം. ചേച്ചി എന്തോ പീഡനത്തിന് ഇരയായ കുട്ടിയുടെ അച്ഛൻ
പിന്നെ ഇപ്പോഴാണ് ഞാൻ സന്തോഷം കണ്ടിട്ട് അനുഭവിക്കുന്നത്. ഭയങ്കര സന്തോഷമായി. അമ്മ ഇങ്ങനെ സ്റ്റേജിൽ കയറിപ്പോയപ്പോ സത്യം കൊണ്ട് വല്ലാണ്ട് പിറം വരുപ്പോയി. ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞങ്ങള് പോവാണ്. എന്നിട്ട് കള്ളി അമ്മ അവിടെ നിന്ന് കരയുന്നു. ഞാൻ കണ്ട് കരയുന്ന എന്നെ നോക്കിയിട്ട് കരയുന്നു. ഞാൻ വിചാരിച്ചു എന്നെ പിടിച്ചു കേട്ടു. ഭയങ്കര സന്തോഷമായി. കാരണം എന്താ പറയോ, ഞങ്ങളിങ്ങനെ നിന്നപ്പോ ഉണ്ടല്ലോ ഒരാളിങ്ങനെ മാറി സൈഡ് ഇരിക്കുന്നത്, എല്ലാരും അവിടെ പോയി ഇരിക്കുന്നേ. അതിന് അഭിനയിച്ച എല്ലാരും, അമ്മ മാത്രം മാറി നിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു പോ അമ്മയെ പോ, അമ്മയെ പോ, അവിടെ പോയി നിക്കി പോവൂല, അയ്യേ വേണ്ട എനിക്ക് നാണക്കേടാവുന്നെന്ന് പറഞ്ഞ് സൈഡിൽ മാറി നിൽക്കുന്നേ. ഒരു വിധത്തിൽ പോണില്ല. അവസാനം ഈ കള്ളം എല്ലാ അണിയറ പ്രവർത്തകരും അവിടെ സ്റ്റേജിൽ കയറി നിരന്ന് നിൽക്കുക കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അമ്മയ്ക്ക് പോണ്ട, ഒളിച്ചിരിക്കുക. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയെങ്കിലും അമ്മ അതിനകത്ത് കയറിയെങ്കിൽ കൊള്ളാമെന്നൊരു ആഗ്രഹം. ഈ അമ്മ നിന്നില്ല. അവസാനം അതിൻ്റെ അകത്ത് നേരിട്ട് അമ്മയെ വിളിച്ചങ്ങ് കയറ്റി. അങ്ങനെ സ്റ്റേജിലെ എല്ലാ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരോട്ടൊക്കെ ഒത്തു നിന്നപ്പം അത് നമ്മുടെ അമ്മ അവിടെ നിൽക്കുന്ന സത്യം നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതിൽ നിന്ന് സന്തോഷമായിരിക്കും ഇനി തിയേറ്ററിൽ അമ്മയുടെ മൂവി, അമ്മേനും ആ ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ കാണുമ്പോൾ സത്യം പറയാൻ ഞാൻ അതിനായിട്ട് കാത്തിരിക്കുക. എത്ര നാളത്തെ ആഗ്രഹം എന്നറിയാമോ, വലിയ സ്ക്രീനിൽ അമ്മയെ കാണാന്ന് വെച്ചാൽ. എങ്ങനെ നമ്മൾ ആ ഒരു അടുക്കളയിൽ മാത്രം പതുങ്ങി കൂടി നിന്ന് ആ ഒരു അമ്മയുടെ അമ്മ ഇവിടെ വരെ എത്തി. സത്യം സന്തോഷം. അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, എനിക്കും പറ്റും. ഭയങ്കര വാചാലയാണ്. ഞാനിപ്പോ ഭയങ്കര വാചാലയാണ്. ഞാൻ ഇമോഷണലി എനിക്ക് ഭയങ്കര വല്ലാണ്ട് ഇതായിപ്പോയി. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയാ, എല്ലാരും അമ്മയുടെ മൂവി കണ്ട് ഈ ഡിസംബർ 13 റിലീസ് വരുന്നത് കള്ളം. അപ്പൊ അമ്മയുടെ സൗണ്ട് ഒക്കെ അതി ഞാൻ ട്രെയിലർ കണ്ടപ്പോ സത്യം പറയാം അടിപൊളി. അപ്പൊ അത് നിങ്ങൾ എന്തായാലും 13-ാം തീയതി കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് സഹിക്കാൻ വയ്യ സന്തോഷം. നേരിട്ട് കാണുമ്പോ കുറച്ചും കൂടെ നമുക്ക് വല്ലാണ്ട് ഫീൽ ആവും അല്ലേ. പറ അങ്ങോട്ട് സിനിമാ നടി. എന്റെ മോൻ പറയും എന്റെ കാര്യങ്ങളല്ല. പറ സിനിമാ നടി പറ. ഭയങ്കര സന്തോഷം. എന്തൊരു പറയണോന്ന് എനിക്ക് അറിയാമേ. എല്ലാരും കാണണം. എനിക്ക് ഇനിയും സിനിമയിൽ രണ്ടും കൂടെ കരയുന്നു. ആര്? ഞാനാ? നിങ്ങളാ സത്യം കേട്ടോ. നമുക്ക് എന്താണ്, നമ്മൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് വന്നു. ഇവിടെ വന്ന് ട്രെയിലർ ആണെന്ന് കേട്ടോ അറിയുന്നു. അപ്പോ പെട്ടെന്ന് ഇങ്ങനെ അത് മൂവിയുടെ ഓരോ ഭാഗങ്ങൾ കണ്ടു. അപ്പൊ നമ്മുടെ ആ റീലിലെടുത്ത അതേ നൈറ്റി, അതേ മഞ്ഞ നൈറ്റി അത് തന്നെ അതിൽ കണ്ടു. ഭയങ്കര സന്തോഷം. നമ്മുടെ ഒരു കുഞ്ഞു ഫോണിൽ നിന്ന് ഒരു വലിയൊരു സ്ക്രീനിലോട്ട് വരാന്ന് വെച്ചാൽ അത് വലിയ കാര്യമല്ലേ അല്ലേ അമ്മ? ഭയങ്കര എല്ലാവർക്കും കിട്ടുന്ന സാധാരണ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് വന്ന് അതെല്ലാം അമ്മയുടെ കഴിവുകൊണ്ട്, എല്ലാ ദൈവത്തിന്റെ അനുഗ്രഹവും നിങ്ങളുടെ സപ്പോർട്ടും. അതെ. പിന്നെ പ്രത്യേകം ഏറ്റവും കടപ്പാട് സിനിയും വിഷ്ണു. എന്റെ മോനോടാ കടപ്പാടെന്ന് ഞാൻ എന്നെ കളഞ്ഞു. എന്റെ മോളുണ്ട്. ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. അറിയാതെ അങ്ങ് വന്നേട്ടാ. ആ അമ്മായിമ്മയുടെ സ്വഭാവം വന്നു. എന്റെ മോനോടാ കടപ്പാടെന്ന് അറിയാതെ വന്നു. അപ്പൊ ഞാൻ പൊക്കി. ആ പേരൊക്കെ നമ്മുടെ പേരൊക്കെ സ്റ്റേജിൽ വിളിച്ചെന്ന് നാണായിപ്പോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചറിഞ്ഞപ്പം ഭയങ്കര സന്തോഷായി. അമ്മ ഇനി ഓരോന്നിങ്ങനെ ഓരോ ഇന്റർവ്യൂലൊക്കെ ഇനി വലിയ വലിയ ഇന്റർവ്യൂവും ഓരോ പ്രൊമോഷൻ വർക്കിലും ഇനി ഒത്തിരി സിനിമകൾ എന്തായാലും അമ്മയ്ക്ക് കിട്ടും. അമ്മയ്ക്ക് ഇനി ഉയരങ്ങളിൽ എത്താൻ പോവാണ് അല്ലേ. അതിന്റെ ചെറിയൊരു ചവിട്ടുപടി മാത്രം. അപ്പോ ഞാൻ ഈ സന്തോഷങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം കാണണം, എന്റെ അമ്മയെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ എപ്പോഴെങ്കിലും ഒതുങ്ങി കൂടി. ഹലോ, കഴിഞ്ഞതേ ഉള്ളു, നമ്മൾ ഇറങ്ങിയതേ ഉള്ളു. അതിൽ പോവാ. നമ്മളപ്പോ പോവാണ് കേട്ടോ.